RTO പ്രതിയായ കൈക്കൂലി കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചു. നേരിട്ട് കൈക്കൂലി വാങ്ങുന്നതിന് പുറമെ ജേഴ്സൺ കീഴുദ്യോഗസ്ഥർക്ക് ഒരു ടാർജറ്റ് നൽകിയതായും വിജിലൻസിന് വിവരം കിട്ടുകയാണ്. കീഴുദ്യോഗസ്ഥരെ കൈക്കൂലി വാങ്ങാൻ പ്രേരിപ്പിച്ചുവെന്നും സൂചനയുണ്ട്. അതേസമയം എറണാകുളം RTO ജേഴ്സണെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വകാര്യ ബസ് ഉടമകളും രംഗത്ത് വന്നു. കൈക്കൂലിയായി പണവും മദ്യവും വാങ്ങിയെന്നും RTO ഓഫീസ് കേന്ദ്രീകരിച്ച് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നും ആരോപണം. നേരത്തെ നിരവധി RTOമാരിവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ബസ് ഉടമകളെ ദ്രോഹിച്ചിട്ടുള്ള ഒരു RTO ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ RTO ഓഫീസിനകത്ത് കിടക്കുന്ന അഴിമതി പുറത്തു കൊണ്ടുവന്നാൽ ഈ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയായിട്ട് മാറും. സ്വകാര്യ ബസ്സുകളിൽ ആവശ്യമില്ലാത്ത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു ടെമ്പററി പെർമിറ്റിന് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ റെഗുലർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെർമിറ്റ് പുതുക്കി കൊടുത്താൽ മതി. അതിന് അദ്ദേഹം പൈസ ആവശ്യപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എത്ര നിങ്ങളുടെ നിന്ന് മേടിക്കുമായിരുന്നു? ഞങ്ങൾ അതിനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് സംഘടനയ്ക്ക് നിരവധി പരാതി കിട്ടിയിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നിരവധി സ്ഥലത്ത് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന് എമൗണ്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എമൗണ്ട് ആവശ്യപ്പെടുന്നതനുസരിച്ച് തുകയുടെ വലിപ്പം അനുസരിച്ച് ഉടമകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഉടമകൾ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ഫോളോ അപ്പ് ചെയ്തത്. 4 ലക്ഷം വരെയൊക്കെ വാങ്ങുന്നു എന്നൊക്കെയാണ് പലതും കേട്ടിരുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കാം. പുതിയ പെർമിറ്റുകാർ വരുമ്പോൾ അദ്ദേഹത്തെ അവിടെ നിന്ന് വലിയ തുക വാങ്ങിയിട്ടാണ് ഇദ്ദേഹം ടൈം ഇഷ്യൂ ചെയ്യുന്നത്. അത് അപകടങ്ങൾക്ക് കാരണമാകും. ഇവിടെയുള്ള അപകടത്തിനും ആക്സിഡന്റിനും കാരണക്കാരൻ എറണാകുളം RTO ആയിരിക്കും. കൈക്കൂലി മാഫിയാണ് അവിടെ ഉണ്ടായിരുന്നത് RTO ഓഫീസ് കേന്ദ്രീകരിച്ച്. സംശയമില്ലല്ലോ. ഇതുപോലത്തെ ഒരു സംഘം ലോകത്തിലില്ല. ഇപ്പം വളരെ ചെക്ക് പോസ്റ്റ് അടിച്ചു പൂട്ടിയില്ലേ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് വലിയ മാഫിയാണ് അവിടെ പ്രവർത്തിക്കുന്നത്.